പ്രിയപ്പെട്ടവരെ, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന പഞ്ചായത്ത് കിണറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് കിണറില്ല അതിന്റെ സമീപത്തുള്ള ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡ് മാസ്റ്റർ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് 8 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 10 ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ വളരെയധികം നിർബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഹാള് ഉണ്ടാക്കിയെന്നറിയാം. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഞാൻ തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അധ്യാപകനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, ശിഷ്യഗണങ്ങളെ, ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന പത്താമത്തെ മീറ്റിംഗ് ആണ് ഇത്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നെത്തിയത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നാടിന്റെ ചിരകാല അഭിലാഷമായിരുന്ന, ഈ നാടിന്റെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് കിണറിന്റെ ഉദ്ഘാടനം, കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഹാളുകൾ, ഒരുപാട് കിണറുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഈ രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എനിക്കാണ് കൈവന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ കിണറിവിടെ കുഴിച്ചതിന്റെ പരിപൂർണമായ ഈ കിണറ് കുഴിച്ചതിന്റെയും ഈ പഞ്ചായത്ത് ഹാൾ ഉണ്ടായതിന്റെയും പരിപൂർണ ഉത്തരവാദിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം അടുത്ത ഇലക്ഷന് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന് തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ പഞ്ചായത്ത് കിണർ ഞാൻ കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഭംഗിയായിട്ട് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചില കലാപരിപാടികളെ കുറിച്ച് ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഈ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. നമ്മളിവിടെ അവതരിപ്പിക്കുന്ന പ്രധാന പരിപാടി എന്ന് പറയുന്നത് സുപ്രസിദ്ധ കാഥികനായ പരമൻ പത്തനാപുരം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കഥാപ്രസംഗ ലോകത്തൊരു ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ എത്രാമത്തെയാണ് സാർ? 1000. സാറിന്റെ ശിഷ്യനാണ്. എത്ര 1000 സ്റ്റേജ് ആയിക്കാണോ? 1000 ചോദിക്കാം. എത്രയോ സ്റ്റേജുകളായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി കഥാപ്രസംഗം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തെ സദയം സാദരം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പരമൻ പത്തനാപുരം കഴിഞ്ഞു. ഇനി ആരെങ്കിലും കാല് പിടിക്കാനുണ്ട്? ഇത് കാണാനിരിക്കുന്ന എല്ലാവരുടെയും കാല് നീ പിടിക്കേണ്ടി വരും. അത് കഥാപ്രസംഗം മോശമായാലല്ലേ ഉള്ളൂ. നന്നായി അവരൊക്കെ എന്റെ കാല് പിടിക്കുമോ? അത് നിന്റെ മിടുക്ക. സാറ് 2 വാക്ക് പരമനെ കുറിച്ച് ആൾക്കാർക്കൊന്ന് പറയണം. പരമനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കുന്നത് കൃത്യവിലോപമാകും എന്നുള്ളത് കൊണ്ട്, പരമൻ എന്റെ വിദ്യാർത്ഥിയാണ്, എന്റെ വത്സല ശിഷ്യനാണ്. സന്തോഷം വന്ന പണ്ടും അവൻ കരയും. അവൻ പഠിത്തത്തിൽ എന്നും പിൻപന്തിയിലായിരുന്നുവെങ്കിലും കലാപ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. എന്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് പരമൻ പത്തനാപുരം ആദ്യമായി കഥാപ്രസംഗം അരങ്ങേറിയത്. എത്രാമത്തെ സ്റ്റേജാണ്?
ഇത് 300-ാമത്തെ സ്റ്റേജ്. 300-ാമത്തെ സ്റ്റേജാണ് പരമൻ പത്തനാപുരം ഇവിടെ അരങ്ങേറുന്നത്. പരമൻ പത്തനാപുരത്തിന്റെ 300-ാമത് സ്റ്റേജ് പ്രമാണിച്ച് ഈ നാടിന്റെ ഉപഹാരമായി, വ്യക്തിപരമായി എന്റെ ഉപഹാരമായി ശ്രീ പരമൻ പത്തനാപുരത്തിന് ഒരു പൊന്നാട അണിയിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട 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 കലക്കണം കേട്ടോ. ഇത് ഞാൻ കലക്കി തന്നില്ലെങ്കിൽ എന്നെ മാഷേന്ന് വിളിച്ചോ. സുഹൃത്തുക്കളെ, കഥാപ്രസംഗ ലോകത്ത് ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇന്ന് കഥാപ്രസംഗ ലോകത്ത് ഞാൻ മുൻപന്തിയിലെത്തി. എന്റെ ഗുരുവിന്റെ ആശീർവാദം കൊണ്ടാണ് എന്നെനിക്ക് തുറന്നു പറയാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു അഹങ്കാരമായി നിങ്ങൾ കണക്കാക്കരുത്. എന്റെ കഥ ആരംഭിക്കുകയായി. ഈ കഥയുടെ പേര് അങ്ങിനെയും ഒരോലപ്പുര. രചന പരമൻ പത്തനാപുരം. അത് ഞാൻ തന്നെയാണ്. ഈ കഥ നടക്കുന്നത് കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്താണോ? അല്ല. കൊല്ലത്താണോ? അല്ല. ചങ്ങനാശ്ശേരിയിലാണോ? അല്ല. തൃശ്ശൂരാണോ? അല്ല. പാലക്കാട്ടാണോ? അല്ല. കാസർഗോഡാണോ? അല്ല. അപ്പൊ കേരളത്തിലല്ലേ? കേരളത്തിൽ തന്നെയാണ്. അത് ഞാൻ പറയാം എവിടെയാന്നുള്ളത്. പക്ഷെ സ്വല്പം വിദ്യാഭ്യാസം കുറവ് ആൾക്കല്ലേ. നീ കഥ പറഞ്ഞു, നീ പറഞ്ഞു. അവൻ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ കായംകുളം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞാൻ ഒരു വള്ളത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോകും. വരൂ. അതെ, വള്ളം അങ്ങനെ തുഴഞ്ഞു പോയി. ഇതാ കായംകുളത്ത് പരിശുദ്ധമായ ഗ്രാമത്തിലെത്തി. വഞ്ചിയിൽ നിന്നും ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ അതാ കാണുന്നു ഒരു ഓലപ്പുര. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അവരൊക്കെ വഞ്ചിയിൽ നിന്നും ഇറങ്ങി അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ അവിടെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ കൈതോലയല്ല. പിന്നെയോ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. നിങ്ങൾ പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും നാടൻ തെങ്ങിന്റെ, അതെ, സാക്ഷാൽ മൂത്തുളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീരും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ആ പെണ്ണ് അല്ലെങ്കിൽ ആ സുന്ദരി നിൽക്കുന്നത് ആസ്പെക്ടോസ് ഉള്ള കെട്ടിടത്തിന്റെ കീഴെയല്ല, 5 സ്റ്റാർ ഹോട്ടലിന്റെ കീഴെയല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കീഴെയല്ല, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലല്ല. പിന്നെ എവിടെയാണ് നിൽക്കുന്നത്? ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അതെ, വെറും ഓല. നമ്മുടെ നാടൻ കുട്ടികൾ, പട്ടണത്തിലുള്ള കുട്ടികളല്ല, നാടൻ കുട്ടികൾ നാടൻ ഓലപ്പന്തുണ്ടാക്കുന്ന ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ഇത് തീൻറ്റുടിയല്ല, സംഘവർഗമല്ല, പിന്നെയോ നാടൻ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ. നീ കുറച്ചു നേരമായി നീ ഓല മെടയാൻ തുടങ്ങിയിട്ട്. അതെ, ഓലയാൽ മേഞ്ഞ ഗ്രഹത്തിന്റെ താഴാൻ സുന്ദരാങ്ങി നിൽക്കുന്നു. അത് എനിക്കും മനസ്സിലായി, സാറിനും മനസ്സിലായി.